24 മണിക്കൂർ പിന്നിട്ടിട്ടും ഇതുവരെയും ആഭ്യന്തര ഭിന്നതകൾ പറഞ്ഞു തീർക്കാനും പരിഹരിക്കാനും കഴിയാതെ UDF-ഉം NDA-യും കഷ്ടത്തിൽ തന്നെ. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം എന്താ? ഇത് ഫിലിപ്പോസിന്റെ വാക്കാ. നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല. നിങ്ങൾ തെറ്റായ വാർത്തകൾ കൊടുത്തോണ്ടിരിക്കുക. നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. നടന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ അതൊക്കെ പോയി. ഞങ്ങൾ തയ്യാറെന്ന് പലവട്ടം പറഞ്ഞത് UDF ആണെങ്കിലും കാര്യത്തോടടുത്തപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ വിസ്മയം സൃഷ്ടിച്ചത് LDF തന്നെയാണ്. Now it makes sense. ഇതായിരുന്നു അവന്റെ കോൺഫിഡൻസ്. അവിടം കൊണ്ടും വിസ്മയം തീർന്നില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ പ്രചരണ പരിപാടികളും ജാഥകളുമായി LDF ഒരു മുഴം മുന്നേ തന്നെ കളത്തിലിറങ്ങി. അഞ്ചരയോടുകൂടി മുഴുവൻ സ്ഥാനാർത്ഥികളും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും തെരുവിൽ അണികൾക്കുമായി റോഡ് ഷോ നടത്തുന്നു. അതായത് ഇലക്ഷൻ കമ്മീഷൻ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പട്ടികയല്ല, സ്ഥാനാർത്ഥികളുമായിട്ട് റോഡ് ഷോ നടത്തുന്ന പാർട്ടിയായിട്ട് CPM-ഉം CPI-യും മാറിക്കഴിഞ്ഞിരിക്കുന്നു. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, നീ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. അതെങ്ങനെയാണ് ഞാൻ പറയുന്നത്? MPC പ്രസിഡന്റ് നിലക്ക് ഞാൻ തുടങ്ങി വെച്ചോളാം. പറഞ്ഞോളൂ. വേദിയിൽ സംസാരിക്കാൻ വിളിക്കാൻ വൈകിയതോടെ DC സെക്രട്ടറിയോട് വേദിയിൽ വെച്ച് തന്നെ ഷാഫി നീരസം അറിയിച്ചു. പിന്നീട് VD സതീശന്റെ സംസാരത്തിന് ശേഷം ഷാഫി വിളിക്കാൻ ശ്രമിച്ച DC സെക്രട്ടറി പ്രമോദ് കക്കട്ടലിനെ ബലമായി തടഞ്ഞ ഷാഫി താൻ സംസാരിക്കുമെന്ന് അറിയിച്ചു. ഷാഫിയുടെ പേര് അനൗൺസ് ചെയ്തതോടെ മൈക്കിനടുത്തെത്തിയ ഷാഫി ഒറ്റവാചകത്തിൽ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. ചേട്ടാ, നാളെ നമ്മൾ തോക്കൂലേ?